യെശയ്യാവിൻ്റെ പ്രവചനം 66 അധ്യായം അതിൻ്റെ 23 തിരുവചനം പറയുന്നു, അമാവാസി മുതൽ അമാവാസി വരെയും സാപത്ത് മുതൽ സാപത്ത് വരെയും സകല മർത്യരും ആരാധനയ്ക്കായി എൻ്റെ മുമ്പിൽ വരും. വലതൊരുത്തെന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ആരാധനയിലേക്കും ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുവരും. അത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അവിടുത്തെ മക്കൾ ഒന്ന് ചേർന്ന് അവിടുത്തെ ആരാധിക്കണമെന്നും തൻ്റെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തണമെന്നും സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മളെ ദൈവാരാധനയ്ക്ക് നമ്മളെ സഹായിക്കുന്നത് ശാലോമിൻ്റെ ശുശ്രൂഷകനായ ജെയിൻ ദേവസിയാണ്. അദ്ദേഹത്തോട് ചേർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6 അധ്യായത്തിൻ്റെ 19 വാക്യം ഇങ്ങനെ പറയുന്നു, അവരെല്ലാവരും പ്രതീക്ഷയോടെ തക്കം പാർത്തിരുന്നു അവനെ ഒന്ന് സ്പർശിക്കാൻ. അവരെല്ലാവരും ഈശോയെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. കാരണം അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെ എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെല്ലാവരും ഈശോയെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരിക്കുവാണോ? ഒരു തക്കം പാർത്തിരിക്കുന്നവരാണോ നമ്മൾ? ഒരു നിമിഷത്തിൽ എനിക്ക് എൻ്റെ ഈശോയെ ഒന്ന് തൊടാൻ സാധിച്ചെങ്കിൽ, അവിടുത്തെ വസ്ത്രത്തിൻ്റെ വിളമ്പിലൊന്ന് സ്പർശിക്കാൻ സാധിച്ചെങ്കിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഈ ഒരു വിശ്വാസത്തിലാണോ നമ്മൾ ഇപ്പോഴുള്ളത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈശോയുടെ മുൻപിൽ എണീറ്റ് നിൽക്കാം. പ്രിയമുള്ളവരെ, ഇതൊരു അനുഗ്രഹത്തിൻ്റെ സമയമായി മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മൾ ഇത്രയും പേര് ഈശോയെ ആരാധിക്കാൻ ഇവിടെ എണീറ്റ് നിൽക്കുന്നു. എന്നാൽ ഓർക്കണമേ, ഈ ശുശ്രൂഷയോട് ചേർന്ന് ദേശാന്തരങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകർ ഈശോയെ സ്തുതിക്കുന്നുണ്ട്. സ്വർഗം ആനന്ദിക്കുന്ന സമയം, ഈശോ തൻ്റെ അനുഗ്രഹമായി ചൊരിയാനായി കാത്തിരിക്കുന്ന, തയ്യാറായി നിൽക്കുന്ന സമയം. അവിടുന്ന് ചൊരിയുന്ന ഈ അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും നമ്മളൊന്ന് ഏറ്റെടുത്താൽ മതി. നമ്മൾ ഈശോയ്ക്കൊന്ന് വിട്ടുകൊടുത്താൽ മതി. നമുക്കറിയാം, നമ്മുടെ വിളി എന്ന് പറയുന്നത് ഈശോയെ ആരാധിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മുടെ വലതുകരം ഒന്ന് ഉയർത്തിയിട്ട് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്ക് ഈശോയോട് പറയാം, കർത്താവേ, ഞാനിത് അങ്ങേ കാണാനെന്ന് ആഗ്രഹിച്ചിരിക്കുന്നു. അവിടുത്തെ വസ്ത്രത്തിൻ്റെ വിളമ്പിലൊന്ന് സ്പർശിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നു. അവിടുത്തെ ഹിതം ഞാൻ സൗഖ്യപ്പെടുക എന്നുള്ളതാണെങ്കിൽ ഈ രാത്രിയിൽ അവിടുന്ന് എന്നെ സൗഖ്യപ്പെടുത്തണമേ. അനേക നാളുകളായി ഞാൻ വേദനിക്കുന്നവനാണ്, ഞാൻ വേദനിക്കുന്നവളാണ്. ഓരോരുത്തർക്കും അവരുടേതായ സങ്കടങ്ങളും വിഷമതകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്, സന്തോഷവുമുണ്ട്. നമുക്കെല്ലാം ഈശോയ്ക്ക് ഒന്ന് വിട്ടുകൊടുക്കാം. കുറച്ച് സമയമാണ് നമ്മളിപ്പോൾ, ഒരു 10-15 മിനിറ്റ് നേരമാണ് നമ്മളിപ്പോൾ ഈശോയെ സ്തുതിക്കാനും ആരാധിക്കാനും പോകുന്നത്. ഇതൊരു അനുഗ്രഹത്തിൻ്റെ ഗാനമാണ് നമ്മൾ പാടുന്നത്. ഈ ഗാനത്തോട് ചേരുമ്പോൾ സ്വയം മറന്ന് നമ്മൾ ആടിപ്പാടിയാണ് ഈശോയെ ആരാധിക്കുന്നത്. നമുക്കൊന്ന് ഈശോയുടെ മുൻപിൽ കരങ്ങളൊന്ന് ഉയർത്താം, കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം, കണ്ണുകളൊന്ന് അടയ്ക്കാം. ഈശോ നമ്മുടെ മധ്യയുണ്ട്, അവൻ കടന്നു വരുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6:19, അവന് മലയിൽ നിന്നിറങ്ങി സമതലത്തിലേക്ക് വന്നപ്പോൾ, പ്രാർത്ഥന കഴിഞ്ഞ് വന്നപ്പോൾ അനേകർ അവനെ കണ്ട് ഓടിക്കൂടി. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, നമ്മൾ ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നവരാണ്, വിവിധ ഭാഗങ്ങളിൽ നിന്ന്. നമുക്ക് ഈശോയെ ഒന്ന് സ്തുതിച്ച് തുടങ്ങാം. കണ്ണുകളടച്ച് സർവ്വം മറന്ന് ഈശോയെ ഞാനങ്ങ് ആരാധിക്കുന്നു എന്ന് പറയാം. ഈശോയെ, ഈശോയെ, അങ്ങയിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി അതെന്നെ സൗഖ്യപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ യേശുവേ, ഞാനങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, ഞാനങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെല്ലാം സൗഖ്യപ്പെടുത്തിയിരുന്നു. ഹല്ലേലൂയ. അതേ കർത്താവേ, അതേ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലോകം മുഴുവൻ വീശിയടിക്കുന്നത് ഞങ്ങൾ കാണുന്നു. ഞങ്ങളുടെ മേൽ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്ത് മാത്രമല്ല, ലോകം മുഴുവൻ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ പെന്തക്കോസ്ത് അഭിഷേകം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ,
എന്റെ എല്ലാ ഭാരങ്ങളും എന്റെ എല്ലാ രോഗങ്ങളും എടുത്തു മാറ്റുന്ന അങ്ങയുടെ സ്നേഹത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരങ്ങളടിച്ച് താളത്തിൽ ചലിച്ച് കരങ്ങളടിച്ച് ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് ഏറ്റുപറയാം. എന്റെ എല്ലാ രോഗങ്ങളും എന്റെ ഭാരങ്ങളും നീങ്ങിപ്പോകുന്നു. എന്റെ ഈശോ എന്റെ കൂടെ ഉള്ളപ്പോൾ, അവൻ എന്നെ സ്പർശിക്കുമ്പോൾ എന്റെ രോഗങ്ങൾ മാറിപ്പോകുന്നു, എന്റെ ഭാരങ്ങൾ നീങ്ങിപ്പോകുന്നു. ഞാനൊരു പഞ്ഞി പോലെ സ്വതന്ത്രനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായ കരങ്ങളടിച്ച് എന്റെ ഭാരങ്ങൾ മാറിപ്പോയി, എന്റെ ശാപങ്ങൾ സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ചേർന്ന് പാടാം. സർവശക്തനായവനെ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. കരങ്ങൾ താഴ്ത്തി ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 40. ജായറോസ് എന്ന സിനഗോഗ് അധികാരി അദ്ദേഹത്തിന്റെ കൊച്ചുമകളുടെ സൗഖ്യത്തിന് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കുന്നു. ഈശോ ജായറോസിന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുന്നു. ജനക്കൂട്ടം തിക്കും തിരക്കും കൂട്ടുന്നുണ്ട്. എന്നാൽ അതിനിടയിൽ ഒരുവൾ മാത്രം ഈശോയുടെ വസ്ത്രത്തിന്റെ വെളിമ്പിൽ വിശ്വാസത്തോടെ സ്മരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരുവൾ ആ നിമിഷം സൗഖ്യമുള്ളവളായി. ഈശോ അനുഗ്രഹം നൽകാനായി കടന്നു പോകുന്നു. ഒരുപക്ഷെ എന്നെ മാത്രമല്ല, എന്റെ അയൽവക്കക്കാരനെയോ എന്റെ സുഹൃത്തിനെയോ എന്റെ ദേശത്തുള്ള ഒരു വ്യക്തിയോ അനുഗ്രഹിക്കാനായി അവൻ കടന്നു പോകുന്നുണ്ട്. അവൻ കടന്നു പോകുമ്പോൾ അവന്റെ വസ്ത്രത്തിന്റെ വെളിമ്പിൽ സ്പർശിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ തയ്യാറാണോ? നിനക്ക് സൗഖ്യം ലഭിക്കും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി കരങ്ങൾ അടിച്ച് ഒന്ന് ചലിക്കാമോ? യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം സൗഖ്യമാ, യേശുവിനെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14:34. ഗനേസറത്തിലെ അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നു. ഈശോ കടലിന്റെ മറുകരയില് ഗനേസറത്തിലെത്തി എന്നറിഞ്ഞപ്പോൾ അവർ ആശയറ്റവരെ പോലും ഓടിക്കൂടി ഈശോയുടെ മുൻപിലേക്ക് കടന്നു വരികയാണ്. അവിടുത്തെ വസ്ത്രത്തിന്റെ വെളുമ്പിൽ എന്തോന്ന് സ്പർശിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഒന്ന് അനുവദിക്കണമേ എന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ജീവനുള്ള യേശുവിന്റെ ജീവിക്കുന്ന രക്തം ഇന്ന് നമ്മുടെ മേൽ തളിക്കപ്പെടും. അതെല്ലാത്തിനും മതിയായതാണ്. നമ്മുടെ ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രോബ്ലംസിനും സൊല്യൂഷൻ ഈശോയുടെ തിരുരക്തം. അന്ന് കാൽവരി കുരിശില് അവിടുന്ന് ചിന്തിയ തിരുരക്തം അത് ഇന്നും നമ്മെ കഴുകുന്നു. ആ കണ്ണുകളൊന്ന് അടയ്ക്കാമോ? കണ്ണുകളൊന്ന് അടച്ച് ഈശോയുടെ
തിരുരക്തം ആ ഹൃദയത്തിലൊന്ന് ഏറ്റുവാങ്ങാമോ? ആ രക്തം നമ്മളെ സൗഖ്യപ്പെടുത്തട്ടെ, അവിടെ നമ്മെ കഴുകട്ടെ. അതെ, പാപത്തിന്റെ അന്ധകാരം മൂലം നമ്മളിൽ അവശേഷിക്കുന്ന രോഗാവസ്ഥകള്, പീഡനാവസ്ഥകള് ഈ നിമിഷങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ഇന്ന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതേ, വലിയ വിടുതലിന്റെ സമയമാണ്. ഈശോയുടെ തിരുരക്തം ആഗ്രഹിക്കുന്നവർക്ക്, വിശ്വസിക്കുന്നവർക്ക് അവിടുത്തെ തിരുരക്തത്തിന്റെ കഴുകലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഈശോയെ, അവിടുത്തെ തിരുരക്തം എന്റെ മേൽ തളിക്കപ്പെടട്ടെ. ഞാൻ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഞാൻ സൗഖ്യമുള്ളവനാകട്ടെ, സൗഖ്യമുള്ളവനാകട്ടെ. കരങ്ങൾ താഴ്ത്തി കരങ്ങൾ അടിക്കാം. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം ശുദ്ധിക്കാൻ, യേശുവിന്റെ രക്തം കഴുകലാൻ, യേശുവിന്റെ രക്തം സൗഖ്യമാൻ, യേശുവിനെ വീണ്ടെടുത്തു. ആവർത്തിച്ചു പാടാം. യേശുവിന്റെ രക്തം ശുദ്ധിക്കാൻ, യേശുവിന്റെ രക്തം കഴുകലാൻ, യേശുവിന്റെ രക്തം സൗഖ്യമാൻ, യേശുവിനെ വീണ്ടെടുത്തു. അഭിഷേകം സ്വീകരിച്ച് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, ആവർത്തിച്ചു പാടാം. യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ആരാധിക്കും. ഹല്ലേലൂയ നമുക്ക് ഈശോയെ എപ്രകാരം ആരാധിക്കാൻ തോന്നുന്നുവോ, എപ്രകാരം അവിടുത്തെ സ്തുതിക്കാൻ തോന്നുന്നുവോ, നമുക്ക് അവിടുത്തെ അങ്ങനെ സ്തുതിക്കാം. സ്വതന്ത്രമായി തുള്ളി ചാടി ഗാനങ്ങൾ ആലപിച്ച് കരങ്ങൾ അടിച്ച് ഭാഷാവരത്തിൽ സ്തുതിച്ച് എപ്രകാരം ദൈവം നിങ്ങളെ പ്രചോദിപ്പിക്കുന്നുവോ, പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്നുവോ, അങ്ങനെ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ഇതൊരു അനുഗ്രഹത്തിന്റെ നിമിഷം, അഭിഷേകത്തിന്റെ നിമിഷം, തിരുരക്ത അഭിഷേകത്തിന്റെ നിമിഷം. സൗഖ്യം നൽകുന്ന കർത്താവിന് തന്നെ പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ, നമ്മുടെ മുൻപേ കടന്നു പോകുന്നവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലൊന്ന് സ്പർശിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, വിടുതലിന്റെ ആത്മാവേ എന്ന് പറയുന്നു. സൗഖ്യമുണ്ട്, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. തളിക്കപ്പെടുന്ന തിരുരക്തത്തിന് സൗഖ്യമുണ്ട്. ഏറ്റെടുക്കാം, സ്വീകരിക്കാം. ഓ പ്രിയപ്പെട്ട മകനെ, മകളെ, ഈശോ എനിക്ക് നിനക്കും വേണ്ടിയല്ലേ കുരിശിൽ മരിച്ചത്? ആ തിരുരക്തം ഇന്നും നമുക്ക് വേണ്ടി ഒഴുകുന്നില്ലേ? ലോകം മുഴുവൻ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ട വിശ്വാസികളുടെ തിരുരക്തവും നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നില്ലേ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. യേശുവിന്റെ രക്തം ശുദ്ധിക്കാൻ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തം കഴുകലാൻ, യേശുവേ, യേശുവിന്റെ രക്തം സൗഖ്യമാൻ, കണ്ണുകളടച്ച് യേശുവിനെ വീണ്ടെടുത്തു. യേശുവിന്റെ രക്തം ശുദ്ധിക്കാൻ, യേശുവിന്റെ തിരുരക്തം, യേശുവിന്റെ രക്തം കഴുകലാൻ, യേശുവിന്റെ രക്തം സൗഖ്യമാൻ, യേശുവിനെ വീണ്ടെടുത്തു. ഹല്ലേലൂയ പാടിടും, ഹൃദയത്തിൽ നിന്നും യേശുവിനെ ആരാധിക്കും. ഞാൻ അവിടുത്തെ ആരാധിക്കും. ഹല്ലേലൂയ വാഴ്ത്തിടും, സർവശക്തനായവനെ. ഹല്ലേലൂയ പാടിടും, എന്നും യേശുവിനെ ആരാധിക്കും. എല്ലായ്പ്പോഴും ഹല്ലേലൂയ
വാഴ്ത്തിടും സർവശക്തനായ